കായംകുളത്ത് UDF സ്ഥാനാർത്ഥിയും ലിജുവിന്റെ പ്രചാരണ വാഹനം ആക്രമിച്ചതായി പരാതിയുണ്ടല്ലോ. പോറ്റിയെ കേറ്റിയെ പാട്ട് വെച്ചതിനാണ് ആക്രമണമെന്ന് UDF പ്രവർത്തകർ പറയുന്നുണ്ട്. CPIM DYFI പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നും ആരോപണമുണ്ട്. എന്താണ് സംഭവിച്ചത്? അതിനു കായംകുളത്ത് ശക്തമായ മത്സരമാണ് ഇത്തവണ ലിജു സ്ഥാനാർത്ഥിയായി വന്നതിന് പിന്നാലെ ഉണ്ടായത്. അതിനിടെ പല നാടകീയ സംഭവങ്ങളും ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇന്നിപ്പോൾ കുട്ടിക്കലാശത്തിനിടെ ലിജുവിന്റെ പ്രചരണ വാഹനത്തിൽ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് പ്ലേ ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ വാഹനം തല്ലി തകർക്കുന്നതിലേക്ക് പോയത്. വാഹനത്തിന്റെ ചില്ലുകൾ ഒരു വിഭാഗം ആളുകൾ തല്ലി തകർത്തു. അത് CPIM DYFI പ്രവർത്തകരാണ് എന്നുള്ളതാണ് UDFന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് പരാതിയടക്കം നിലവിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നൽകിയിട്ടുമുണ്ട്. വാഹനത്തിന്റെ ഇരുവശത്തെയും ജില്ലകൾ അടിച്ചു തകർത്തു എന്നുള്ളതാണ് പരാതി. നിലവിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പരാതി നിലനിൽക്കുകയാണ്. അശ്വിൻ പാലഴിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.